ജനനായകൻ ബ്ലാസ്റ്റേ 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 അണ്ട് വൺ ലാസ്റ്റ് ഡാൻസ് അണ്ണൻ വൺ ലാസ്റ്റ് ഡാൻസ് നല്ലൊരു വൺ ലാസ്റ്റ് കാട്ടവരാതം ആക്കി തന്നെ തന്നിട്ടുണ്ട്. അതും നല്ല പ്രോമാക്സ് ലെവലിൽ സീൻ ബൈ സീൻ ഷോട്ട് ബൈ ഷോട്ട് വൻ അപരാധം. അപരാധത്തിന്റെ ഈറും കളി കോമാളിത്തരത്തിന്റെ അങ്ങേയറ്റ് എപ്പിറ്റമി ഓഫ് കോമാളിത്തരം. അപ്പൊ ഈ പടം എസ് വിനോദാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. പുള്ളി ഡമ്മി പീസാ. ആര് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഒരു ഫോമാറ്റ് ഉണ്ട്, ഇതിന്റെ ഉദ്ദേശമുണ്ട്, ഇതിന്റെ പ്രൊപ്പഗാൻഡ ഉണ്ട്, അത് വെച്ചെടുത്തിരിക്കുന്ന സിനിമയാണ്. സ്ഥിരം രക്ഷകൻ പരിപാടി തന്നെ. പക്ഷേ ഇത് ഇദ്ദേഹം CM ആവുന്നതിന് മുൻപ് ടി വിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സിനിമയാണ്. പക്ഷേ ഇത് തടഞ്ഞു വെച്ചുകൊണ്ട് ഇലക്ഷൻ മുമ്പ് ഇത് പ്രദർശിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സിനിമയുടെ മനസ്സിലാവും എന്തുകൊണ്ടാണ് അന്ന് തടഞ്ഞതെന്ന്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ മാഷപ്സാണ്. അദ്ദേഹം പല രീതിയിൽ രക്ഷകൻ, അദ്ദേഹം കാട്ടുവാസി എന്നൊക്കെ പറയുന്നുണ്ട്, കാട്ടുച്ചാമി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സാധനം, കാടിന്റെ മക്കളെ രക്ഷിക്കുന്ന ഒരു സംഭവം ഇപ്പം, പിന്നെ പോലീസായിട്ട് ജനങ്ങളെ രക്ഷിക്കുന്ന പരിപാടി. എന്നിട്ട് പോലീസുകാരൻ്റെ പിന്നെ ഫോട്ടോ പൊടിയാക്കിയിട്ട് തമിഴ്നാട് മൊത്തം ടി വിക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ല ഏതെങ്കിലും പോലീസുകാരൻ്റെ പൊടി പിന്നെ അടിച്ചിട്ട് ഇങ്ങനെ ഏതെങ്കിലും നാട്ടിലുണ്ട് അങ്ങനെ. അപ്പോൾ അതിൽ ലോജിക്കൊന്നുമില്ല. സോങ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് സീനായിട്ട് യാതൊരു ബന്ധമില്ല. ബാക്കി തുടക്കത്തിലൊരു സീൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, അദ്ദേഹം ജയിലിൽ ഒരു കളവൻ, ഒരു പരട്ടക്കളവന് ഉറക്കുപോയി. അപ്പോൾ താത്തയ്ക്ക് തൂങ്ങണം, உங்களுக்கு சக்கரை வியாதி இருக்கோ, உங்களுக்கு சக்கரை வியாதி இருக்கா. അപ്പം നമ്മളെ സക്കര വ്യാധി താത്തേനെ പോലത്തെ ഒരു താത്ത പുള്ളിയെ തന്നെ ഇതിൽ കൊണ്ടുവന്നായിരുന്നു ഗസ്റ്റായിട്ട്, നല്ല കിടുവേന്. അപ്പോൾ പുള്ളിയെ ഉറക്കാൻ വേണ്ടിയിട്ട് ഗുണ്ടകളോട് ആവശ്യപ്പെടാം. ഗുണ്ടകളെന്ന് പറഞ്ഞ കോമഡി പീസുകൾ. അങ്ങനെ അത് കണ്ടപ്പോൾ തന്നെ തൊലിയിരുന്നു. പിന്നെ മനസ്സിലായി ഇത് മലങ്കൾട്ടായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മമതയുടെ വെറുപ്പിക്കൽ ഭാഗത്ത് അണ്ണൻ ത്രൂ ഔട്ട് ഉണ്ട്. അണ്ണൻ ഇടയ്ക്കിടയ്ക്ക് മറ്റേ സാധനമല്ലോ കഴുത്ത് ഉളുക്കുന്നത്, അത് ഇടയ്ക്കിടയ്ക്കുണ്ട്. അത് തന്നെ VFX എടുത്ത് പറയണം. പക്കായി ക്രിയേറ്റഡ് വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോ ഗെയിംസ് അങ്ങനത്തെ പരിപാടി. ക്ലൈമാക്സിൽ കാണാം സൈഫൈയെ പോലെ റോബോട്ട്സും യന്ത്രന്മാരൊക്കെ വന്നിട്ട് പറക്കുന്ന ഡ്രോൺസ്, എന്തൊക്കെയോ ലാസ്റ്റിൽ തരമണിക്കൂറൊക്കെ പറയാളികൾ കാണേണ്ട പരിപാടികളാണ്. ഇതിൽ ഏറ്റവും വലിയ കോമഡി പീസ് ബോബി ഡിയോളാണ്. MM അദ്ദേഹം പോലീസ് ഓഫീസറാണ്, എന്നിട്ട് പിന്നെ അദ്ദേഹം പിന്നെ വില്ലനുമാണ്. എന്തൊക്കെയോ കാണിക്കുന്നത്. MM ഇദ്ദേഹത്തിന്റെ മുഖം എപ്പോഴും ചലക്കി വെച്ച പോലെ ബോബി ഡിയോളിന്റെ. പിന്നെ രക്ഷകൻ തന്നെ, പിന്നെ അമ്മപ്പാസം രേവതി, അമ്മപ്പാസം, പിന്നെ GM ആസ് ഓൾവേസ്. ഇതിൽ പോലീസ് ഓഫീസർ ജയിൽ വാർഡൻ കണ്ടാണ് പുള്ളി, അങ്ങനെ ജയിൽ സൂപ്രണ്ട്. അങ്ങനെ പുള്ളി ഒരു വശത്ത്. അങ്ങനെ മൊത്തത്തിൽ ഈ സിനിമ മൊത്തം വീഡിയോസാണ്. ഇതിലൊരു ആഫ്രിക്കൻ രാജ്യം കാണിക്കേണ്ടത്, അത് ഏത് രാജ്യം എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ രാജ്യത്ത് ഒരു കെട്ടുമില്ല, ഒരു ഇമാജിനറി ലാൻഡ് ആയിരിക്കും. അപ്പോൾ അവിടെ ഫുള്ള് വീഡിയോസ് വെച്ചിട്ട് കുറേ പട്ടാളക്കാരും ജയിലും വെട്ടിവെപ്പും ടാങ്കും തോക്കും പട്ടിണിയും, അങ്ങനെ ആഫ്രിക്ക പോലെ ഇന്ത്യയാക്കും, അവിടെ കലാപം നടക്കുന്നു പറഞ്ഞ ബോബി ഇവിടെ നടക്കുന്നു. അങ്ങനെ കുറേ സമയം ആ സംഭവം 1000 മണിക്കൂർ അങ്ങനെ അത് പോയി. പിന്നെ ഒരു ഷിപ്പിന്റെ സീൻ, അത് വീണ്ടും വീഡിയോ, അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്നത്, ബൊമ്മ എടുത്തെറിയുന്നത്, എന്തൊക്കെയോ കളിക്കുന്നു. ഇങ്ങനെ പോകെ പിന്നെ വെറും ടോക്സിക് ഫാദർ അയാൾ, ആര് വിജയുടെ ക്യാരക്ടർ. ഇയാൾ എന്നിട്ട് നാട്ടുകാരെ നന്നാക്കാൻ നടക്കുകയും ചെയ്യും. ഇതിൽ ഗുഡ് ടച്ച് ബാഡ് ടച്ചിനെ കുറിച്ചുള്ള ഒരു പ്രസംഗമൊക്കെ ഉണ്ട് സ്റ്റേജിൽ കയറിയിട്ട്. വിജയുടെ ആ കോണ്ടെക്സ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് കണ്ടാൽ തന്നെ ചിരിച്ചു മരിക്കും. അതിനിടയ്ക്ക് മിലിറ്ററി ട്രെയിനിങ് ക്യാമ്പിൽ കൊണ്ടുപോവാ, എന്തോ സാധാരണ LKG സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോയിട്ട് അവിടെ നിന്നുള്ള സീൻസ്, അയ്യോ